ബാബരി മസ്ജിദ് കേവലം ഒരു പള്ളിയുടെ പേരല്ലെന്നും രാമക്ഷേത്രം കേവലം ഒരു അമ്പലമല്ലെന്നും ജയ് ശ്രീറാം എന്ന് പറയുന്നത് സമകാലിക ഇന്ത്യയിൽ ഒരാത്മീയ മന്ത്രം മാത്രമല്ലെന്നും അറിയാത്തവരല്ലല്ലോ ഇവരൊന്നും. എന്നിട്ടും ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമല്ലേ, ഇതൊരു മതവിഭാഗത്തിൻ്റെ വിഷയമല്ലേ എന്നും പറഞ്ഞ് ഇതിലെ അനീതിയും വയലൻസും കാണാതിരിക്കുന്നത് ഹിന്ദുത്വ വംശീയതയെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്ന നിലപാടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ സൗഹൃദത്തെയും സമാധാനത്തെയും കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി നീതിയെക്കുറിച്ചും അഭിമാനബോധത്തെക്കുറിച്ചും സംസാരിക്കേണ്ട സന്ദർഭമാണ്. ആയിഷ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് മതം മാറിയ ചിരുത, അവര് മേൽക്കുപ്പായം ധരിച്ചു വന്നത് സഹിക്കാൻ കഴിയാഞ്ഞ അതിൽ കുപിതനായ കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ ആയിഷയുടെ വസ്ത്രം വലിച്ചൂരി അവരെ ഉപദ്രവിച്ചപ്പോൾ സഹായം തേടിയിട്ട് ആയിഷ ഓടിച്ചെല്ലുന്ന മമ്പുറം തങ്ങളുടെ അടുത്തേക്കായിരുന്നു. കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുമായി സൗഹൃദമുണ്ടായിരുന്ന മമ്പുറം തങ്ങൾക്ക് പക്ഷേ ആയിഷക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ആ സൗഹൃദം ഒരിക്കലും തടസ്സമായിരുന്നില്ല എന്ന ചരിത്രം ഈ വർത്തമാനകാലത്തുള്ള തങ്ങന്മാരും നേതാക്കന്മാരുമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ സമുദായം ചരിത്രത്തിൽ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.